الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിക്കുകയും തഖ്വയോടുകൂടെയുള്ള ജീവിതം നയിക്കുകയും ചെയ്യാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ സത്യവിശ്വാസികളായ അടിമയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് മുത്തഖീങ്ങൾക്ക് വേണ്ടി അവൻ തയ്യാറ് ചെയ്ത് വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇബാദത്തുകൾ നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അതിൽ നിർബന്ധമായവയും സുന്നത്തായവയും എല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം. അത്തരം ഇബാദത്തുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പാരത്രിക ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഹിസാബിൻ്റെ സന്ദർഭത്തിൽ ഒന്നാമതായി അടിമയുടെ ഇബാദത്തുകളിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത്, ഹിസാബിനെടുക്കുന്നത്
ഏറ്റവും ഗൗരവമേറിയത് മിൻ അമലിഹി, അവൻ്റെ അമലുകളിൽ, അവൻ്റെ ഇബാദത്തുകളിൽ വെച്ച് സ്വലാത്തുഹു, അവൻ്റെ നമസ്കാരമാണ്. പാരത്രിക ലോകത്ത് നമ്മുടെ ഇബാദത്തുകളിൽ ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെക്കുറിച്ചാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ സ്വലുഹത്, ആ നമസ്കാരത്തിൻ്റെ കാര്യം ഓക്കെയാണ് എങ്കിൽ, നമസ്കാരം ഒരാൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അയാൾ ശരിയായിട്ടുണ്ട്, അയാളുടെ വിചാരണയിൽ അത് തൃപ്തികരമാണ് എങ്കിൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അയാൾ വിജയിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നമസ്കാരം പരിശോധിച്ചു, നമസ്കാരത്തിൻ്റെ വിഷയം ഓക്കെയാണ് എങ്കിൽ അയാൾ വിജയിച്ചിരിക്കുന്നു. ഇനി വ ഇൻ ഫസദത്, നമസ്കാരം പരിശോധിക്കപ്പെട്ടു, അതിൽ അയാൾ മോശക്കാരനാണ്. കൃത്യസമയത്ത് നമസ്കാരം നിർവഹിക്കാൻ, അതല്ലെങ്കിൽ കൃത്യമായ രൂപത്തിൽ നമസ്കാരം നിർവഹിക്കാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഫഖദ് ഖാബ വ ഖസിർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അയാൾ പരാജയപ്പെട്ടത് തന്നെയാണ്. മറ്റു ഒരുപാട് അമാലുകൾ ഉണ്ടായേക്കാം, മറ്റൊരുപാട് കർമ്മങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ നമസ്കാരം അത് പരിശോധിച്ച് അതിലൊരാൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കി എല്ലാ കാര്യത്തിലും അയാൾ വിജയിക്കും. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അയാൾ പരാജയപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അയാൾ പരാജയപ്പെട്ടത് തന്നെ ഫഖദ് ഖാബ വ ഖസിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. കൃത്യമായ രൂപത്തിൽ തന്നെ നമസ്കാരം നിർവഹിക്കാനും സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ഒന്നാമതായി പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഏറ്റവും ഗൗരവമേറിയ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഇബാദത്ത്, ഇത് നിർവഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് എങ്ങനെയെങ്കിലും ഒരു ചടങ്ങായി നിർവഹിച്ചാൽ പോരാ എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിസ്കാരം നിർവഹിക്കുന്ന ഓരോ വിശ്വാസിക്കും അനിവാര്യമായും ഉണ്ടാവേണ്ട കാര്യമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഖുശൂ ആണ്. ഖുശൂ ഉണ്ടാവണം എന്നുള്ളതാണ്. ഖുശൂ എന്നാൽ ഭയഭക്തിയോടുകൂടെയുള്ള നമസ്കാരമാവണം. നമസ്കാരം അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്തുൽ മുഅ്മിനൂന്റെ ആദ്യ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഏതാണ് സത്യവിശ്വാസികൾ? അവരുടെ ഒരുപാട് ഗുണങ്ങൾ ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറ മുഅ്മിനൂന്റെ ആദ്യ ഭാഗത്തിലൂടെ എണ്ണി പറയുമ്പോൾ അതിൽ ഒന്നാമതായി അല്ലാഹു പറയുന്നത് ആരെക്കുറിച്ചാണെന്നറിയോ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഭയഭക്തിയോടുകൂടെ ഖുശൂഓടുകൂടെ നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ, അവർ വിജയിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമസ്കാരത്തിൻ്റെ ചൈതന്യമായി അതിൻ്റെ ആത്മാവായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുശൂഇനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവിനോടുള്ള ഭയഭക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാണുന്നുണ്ട്, അവൻ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടെയും ഒക്കെ ഉള്ള ആ ഒരു നമസ്കാരമാണ് ഖുശൂ ഉള്ള നമസ്കാരം. പലപ്പോഴും പലതും തെറ്റിദ്ധരിച്ച് പല രൂപത്തിലുള്ള നിസ്കാരം ഉണ്ടാവും. അതൊന്നുമല്ല, അവിടെ അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടുകൂടെ നമസ്കാരത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രദ്ധ മാറിപ്പോവാതെ പരമാവധി സൂക്ഷ്മതയോടുകൂടെ നിർവഹിക്കുന്ന നമസ്കാരത്തിനാണ് ഖുശൂ ഉള്ള നമസ്കാരം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്, അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ നമസ്കരിക്കണം എന്നാണ്. നമ്മൾ നിസ്കരിക്കുമ്പം, നിങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പം അള്ളാഹ് നമ്മുടെ മുമ്പിലുണ്ട്, അള്ളാഹു നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹുവിനെ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടെ, ചിന്തയോടെ, ആ ഒരു ബോധ്യത്തോടു കൂടെ വേണം നിങ്ങൾ നിസ്കരിക്കാൻ. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അവൻ നിങ്ങളെ കാണുന്നുണ്ട്. ഈ ബോധമാണ് എനിക്ക് നിങ്ങൾക്ക് നിസ്കരിക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്.
നമ്മൾ നിസ്കരിക്കലുണ്ടല്ലോ, നമ്മൾ എത്രയോ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവരാണ്. പക്ഷേ ഈ ഒരു ബോധം നമസ്കരിക്കുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവാറുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഈ ഹൃദയ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാം, അൽ ഖുശൂഉ ഖിയാമുൽ ഖൽബി ബൈന യദൈ റബ്ബി ബിൽ ഖുദൂഇ വദ്ദുൽ. ഖുശൂഅ് എന്നാൽ ഹൃദയപൂർണമായ കീഴ്വണക്കത്തോടെയും അതുപോലെ തന്നെ താഴ്മയോടെയും അള്ളാഹുവിൻ്റെ മുമ്പാകെ നിലയുറപ്പിക്കുന്നതിനാണ് ഖുശൂഅ് എന്ന് പറയുന്നത്. ആ ബോധം അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എന്ന ചിന്തയോടുകൂടെ കൈകെട്ടുക. ഇബ്ലീസിനെ കുറിച്ചിട്ടുള്ള, പിശാചിനെ കുറിച്ചുള്ള അവന്റെ ദുർബോധനങ്ങളിൽ നിന്ന്, വസ്വാസികളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിഅദാ നടത്തി, തഅവ്വുദ് നടത്തി, ആ രൂപത്തിൽ അള്ളാഹുവിനോട് ശരണം തേടിക്കൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ആ ബോധത്തോടുകൂടെ നിർവഹിക്കുക, നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് ഖുശൂഅോടുകൂടെയുള്ള നിസ്കാരം. അതല്ലാതെ നമുക്കറിയാം, നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾ നിസ്കാരത്തിലാണ് എന്ന് യാതൊരു ബോധവും ഉണ്ടാവില്ല. അവിടെയും ചൊറിഞ്ഞ് ഇവിടെയും ചൊറിഞ്ഞ്, അപ്പോഴാണ് കൈ ശരിയാക്കി വെക്കുന്നത്, മുടി ശരിയാക്കുന്നത്, വാച്ച് നന്നാക്കുന്നത്, ആ രൂപത്തിൽ അയാളുടെ നൃത്തം ശരിയാക്കുന്നത്, തുണി ഉടുക്കുന്നത്, ഈ രൂപത്തിലുള്ള എല്ലാ പ്രവർത്തനവും നിസ്കാരത്തിലേക്ക് കൈകെട്ടിയാലാണ്. അല്ല, നിസ്കാരത്തിന് അതിൻ്റെ ഒരു അടക്കവും ഒതുക്കവും, റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്നും റബ്ബ് എൻ്റെ നമസ്കാരത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുമുള്ള ബോധം എനിക്ക് നിങ്ങൾക്കുണ്ടാവണം. ആ ഒരു അടക്കത്തോടെ, ആ ഒരു സഖീനത്ത്, ആ ഒരു ശാന്തതയോടുകൂടെ ആവണം നമ്മൾ ഓരോരുത്തരും നമസ്കരിക്കേണ്ടത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സമുദായത്തിൻ്റെ അപജയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി എണ്ണിയത് എന്താണെന്നറിയോ? ജനങ്ങളിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്ന അറിവ് അത് ഖുശൂഅ, അത് ഭയഭക്തിയാണ്. ഹൃദയത്തിൽ അള്ളാഹുവിനെ ഭയമില്ലാത്ത ഒരു അവസ്ഥ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമില്ലാത്തൊരവസ്ഥ, എല്ലാം ഒരു ചടങ്ങായി നിർവഹിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യൂഷികു അൻ തദ്ഖുല മസ്ജിദ ജമാഅത്തിൻ, ഒരു ജമാഅത്ത് നടക്കുന്ന പള്ളിയിലേക്ക് നീ പ്രവേശിച്ചാൽ ഫലാ തറാ ഫീഹി റജുലൻ ഖാശിഅൻ, ഹൃദയത്തിൽ ഭക്തിയുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ഹൃദയ സാന്നിധ്യത്തോടു കൂടെ നമസ്കരിക്കുന്ന ഒരാളെപ്പോലും നിനക്ക് കാണാൻ സാധിക്കാത്ത കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണ്. ഇത് നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എന്ത് എന്നുള്ളത് പരിശോധിക്കാൻ കഴിയില്ല, പക്ഷെ എനിക്ക് എൻ്റെ ഹൃദയത്തെക്കുറിച്ച് അറിയാൻ കഴിയും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഹൃദയ സാന്നിധ്യത്തെക്കുറിച്ചും എത്രത്തോളം ഖുശൂഅോടെ, ഭയഭക്തിയോടെ ആണ് ഞാനും നിങ്ങളും ഇബാദത്തുകൾ നിർവഹിക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും പരിശോധിക്കാൻ കഴിയും. അത് നമ്മളാണ് പരിശോധിക്കേണ്ടത്. അതില്ല എങ്കിൽ അവിടെ തിരുത്തേണ്ടത് നമ്മളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത്, അസ്വഅന്നാസി സരിഖത്തൻ അല്ലദീ യസ്രിഖു സലാത്തുഹു, പല ആളുകളും പല കളവും നടത്താറുണ്ട്, പക്ഷേ നമസ്കാരത്തിൽ നടത്തുന്ന കളവാണ് ഏറ്റവും വലിയ കളവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ യസ്രിഖുഹ, എങ്ങനെ നിസ്കാരത്തിൽ കളവ് നടത്തിയ നബിയെ? നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാ കളവ് നടത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുതിമ്മു റുകൂഅഹ വല സുജൂദഹ, അയാള് സുജൂദ് പൂർണ്ണമായി നിർവഹിക്കുന്നില്ല, അയാൾ റുക്കൂ പൂർണ്ണമായി നിർവഹിക്കുന്നില്ല, തുമഇനീനത്തില്ലാത്ത നമസ്കാരം, അടങ്ങി താമസിക്കാത്ത നമസ്കാരം. അയാൾ സുജൂദിലേക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ട്, റുക്കൂവിലേക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ട്, യാതൊരു തരത്തിലുള്ള ഒരു ദിക്ർ, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ വരെയുള്ള സമയം പലപ്പോഴും ആ സുജൂദിൽ അയാൾ ഉണ്ടാവില്ല, റുക്കൂഇൽ അയാൾ ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ സാഷ്ടാംഗം നമിക്കുന്നത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തിലാണ് ഞാനുള്ളത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുജൂദിലാണ് ഞാനുള്ളത്, ഈ ചിന്തയൊന്നും അയാളെ സ്വാധീനിക്കുകയില്ല. അത്തരക്കാരുടെ നമസ്കാരത്തിൽ അവർ കളവ് നടത്തുകയാണ്. അതാണ് ഏറ്റവും മോശമായ കളവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പരിശോധിക്കേണ്ടത് നമ്മളാണ്. പല ആളുകളും എങ്ങനെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നമ്മെ പഠിപ്പിച്ചത് എന്ന് പഠിക്കാത്ത, അറിയാത്ത കുറെ ആളുകൾ അവർക്ക് തോന്നിയതുപോലെ നമസ്കരിക്കുന്നു. അവർക്ക് തോന്നിയ രൂപത്തിലുള്ള ചേഷ്ടകളൊക്കെ കാണിച്ച് ഇതാണ് ഖുശൂഅ് എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു.
അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ നമസ്കരിച്ചു, ഏത് രൂപത്തിലുള്ള ഖുശൂഉകൾ നമ്മെ പഠിപ്പിച്ചു തന്നു, ആ രൂപത്തിലുള്ള നമസ്കാരമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ഖുശൂ ഇല്ലാത്ത നമസ്കാരം അത് അല്ലാഹു സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അതൊരു പ്രവർത്തനം, കേവലം ഒരു പ്രവർത്തനം മാത്രമായി മാറും. ആലോചിച്ച് നോക്കൂ, എത്ര കാലമായി ഞാനും നിങ്ങളും നമസ്കരിക്കുന്നു. വേണ്ട ഖുശൂഅോടുകൂടെ അല്ലാതെയാണ് നാം നമസ്കരിക്കുന്നത് എങ്കിൽ, ഈ തുമഇനീനത്തോടുകൂടെ അല്ലാതെയാണ് നാം നമസ്കരിക്കുന്നത് എങ്കിൽ, ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാക്ക കൊത്തുന്നത് പോലെ എന്ന് ചില ആളുകൾ നമസ്കരിക്കും. നബി ഉദാഹരണം പറഞ്ഞത് അങ്ങനെയാണ്. ആൾ സുജൂദിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും പോകുന്നു, തിരിച്ചു വരുന്നു. ആ നമസ്കാരം കൊണ്ട് അള്ളാഹുവിന്റെ സമീപത്ത് അയാൾക്കത് പ്രതിഫലയോഗ്യമേ അല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പരിശോധിക്കേണ്ടത് നമ്മളാണ്, നമ്മുടെ നമസ്കാരം എപ്രകാരമാണ് എന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുൽ ലയുസല്ലി 60 സന. ഒരു മനുഷ്യൻ അയാൾ 60 വർഷമായിട്ട് നമസ്കാരത്തിലാണ്. 60 വർഷം, അയാൾക്ക് 60 വയസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ 60-നേക്കാൾ കൂടുതലായിട്ടുണ്ട്. 60 വർഷമായിട്ട് അയാൾ നമസ്കരിക്കുന്നുണ്ട്. അയാളിൽ നിന്ന് ഒരു നമസ്കാരം പോലും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. എന്തേ കാരണം? അയാൾ ഒന്നുകിൽ റുകൂഅ് പൂർത്തിയാക്കും, സുജൂദ് പൂർത്തിയാക്കൂല. വേണ്ട രൂപത്തിൽ സുജൂദ് ചിലപ്പോൾ ചെയ്യും, റുകൂഅ് വേണ്ട രൂപത്തിൽ അയാൾ നിർവഹിക്കുന്നില്ല. അത്തരത്തിലുള്ള അയാൾ നിസ്കരിച്ചത് ചില്ലറക്കാലൊന്നുമല്ല. 10-60 വർഷം നമസ്കരിച്ചിട്ടും അയാളിൽ നിന്ന് ഒരു നമസ്കാരം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമ്മൾ എങ്ങനെ കൈകെട്ടുന്നു, നമ്മൾ എങ്ങനെ നമസ്കരിക്കുന്നു, നമ്മൾ എങ്ങനെ റുകൂഅ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ഇഅ്തിദാലിൽ നിൽക്കുന്നു, നമ്മൾ എങ്ങനെ സുജൂദിലേക്ക് പോകുന്നു, എങ്ങനെ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്നു. ഞാൻ റബ്ബിന്റെ മുമ്പിലാ. ഇത് റബ്ബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണ്. ഇതാണ് പരലോകത്തൊന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് ശരിയായെങ്കിലേ എൻ്റെ മറ്റു കാര്യങ്ങൾ വിചാരണക്ക് എടുക്കപ്പെടുന്നുള്ളൂ, ഞാൻ വിജയിക്കുകയുള്ളൂ എന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കുണ്ടാവണം. അതാണ് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖുശൂഉള്ളവരുടെ നമസ്കാരം, അത്തരക്കാരായ വിശ്വാസികളാണ് വിജയിച്ചവർ എന്ന. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് ഫദഖല റജുലുൻ, നബിയുടെ പുറകെ തന്നെ മറ്റൊരു സഹാബിയും കടന്നു വന്നിട്ടുണ്ട്. ഫസല്ല, അദ്ദേഹം വന്ന ഉടനെ തന്നെ പള്ളിയുടെ ഒരു മൂലയിൽ നിന്ന് അയാൾ നമസ്കാരം നിർവഹിച്ചു. എന്നിട്ട് ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബിയുടെ സമീപത്തേക്ക് വന്നിട്ട് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു നബിയോട്. ആ സമയത്ത് ഫറദ്ദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി. വഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന മനുഷ്യനോട് പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ പോയിട്ട് നിസ്കരിച്ചിട്ട് വാ. ഫഇന്നക ലം തുസല്ലി, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. ആരോടാ പറഞ്ഞത്? നബിയോടൊപ്പം പള്ളിയിലേക്ക് കയറി പള്ളിയിൽ നിന്ന് നിസ്കാരം നിർവഹിച്ച് അതിനുശേഷം നബിയോട് വന്ന് സലാം പറഞ്ഞ മനുഷ്യനോട് നബി പറയാ, ഇർജി ഫസല്ലി, പോയിട്ട് നിസ്കരിക്ക്. ഫഇന്നക ലം തുസല്ലി, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. നബി പറഞ്ഞതല്ലേ, അദ്ദേഹം മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഫറജഅ യുസല്ലി കമാ സല്ല, അദ്ദേഹം പോയിട്ട് നേരത്തെ നിസ്കരിച്ചതുപോലെ തന്നെ നിസ്കരിച്ചു. എന്നിട്ട് സുമ്മ ജാഅ, എന്നിട്ട് നബിന്റെ അടുത്തേക്ക് വീണ്ടും വന്നു. ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് വീണ്ടും സലാം പറഞ്ഞു. ഫഖാല, നബി സലാം ഒക്കെ മടക്കി പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോയിട്ട് നിസ്കരിച്ചു വാ, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. രണ്ടാമത്തെ തവണ അദ്ദേഹം പ്രവാചകനല്ലേ പറഞ്ഞത്, പോയി വീണ്ടും നിസ്കരിച്ചു, വീണ്ടും വന്നു. മൂന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ രൂപത്തിൽ തന്നെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് മാ ഉഹ്സിനു ഗൈറ ഫഅല്ലിംനി. അല്ലാഹുവിന്റെ ദൂതരെ, അല്ലാഹുവിന്റെ റസൂലേ, ഇതിൽ നന്നായി നിസ്കരിക്കാൻ അല്ലാഹുവാണ് സത്യം, എനിക്കറിയില്ല, എനിക്കൊന്ന് പഠിപ്പിച്ചു തരൂ, എന്താ എൻ്റെ നിസ്കാരത്തിലുള്ള കുഴപ്പം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ഖുംത ഇല സ്വലാത്തി ഫകബ്ബിർ, നീ നിസ്കരിക്കാൻ നിന്നാൽ തക്ബീർ ചൊല്ലണം. എന്നിട്ട് തുമ്മ ഖറഅ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ, ഖുർആനൊക്കെ പാരായണം ചെയ്യണം. തുമ്മ റക ഹത്ത തത്മഇന്ന റാകിഅ, ശ്രദ്ധിക്കണം. പിന്നെ നീ റുകൂഅ് ചെയ്യണം. എങ്ങനെയാ റുകൂഅ് ചെയ്യേണ്ടത്? ഹത്താ തത്മഇന്ന റാകിഅൻ, നീ ആ റുകൂഇൽ ശാന്തനായി നിൽക്കുന്നത് വരെ, ഒരു അടങ്ങി താമസിക്കൽ, തുമഇനീനത്തുണ്ടാകുന്നത് വരെ നീ ആ റുകൂഇൽ താമസിക്കണം. പിന്നെ നീ എഴുന്നേറ്റ് നിൽക്കണം ഇഅ്തിദാലിലേക്ക്. ഏതുവരെ?
ഖായിമൻ, നിന്റെ നട്ടെല്ല് നിവർന്ന് നേരെ നിൽക്കുന്നത് വരെ നിന്റെ ഇഅ്തിദാലിൽ നീ നിൽക്കണം. അതേ രൂപത്തിൽ തന്നെ സുമ്മസ്ജുദ് ഹത്താ തത്മഇന്ന സാജിദ, നീ സുജൂദ് ചെയ്യുമ്പം ആ സുജൂദിലും നീ അടങ്ങി താമസിക്കണം, തുമഇനീനത്തുണ്ടാവണം. സുമ്മർഫഅ ഹത്താ തത്മഇന്ന ജാലിസ ഫഫ്അൽ ദാലിക ഫീ സ്വലാതിക കുല്ലിഹാ, ഇങ്ങനെ നിസ്കാരത്തിൽ മുഴുവനായിട്ട് നീ നിർവഹിക്കണം. ഇതാണ് ഖുശൂഉള്ള നമസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഇതാണ് നിസ്കാരം. അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന്റെ പോരായ്മ എന്തായിരുന്നു? അദ്ദേഹം വളരെ പെട്ടെന്ന് നിസ്കാരം നിർവഹിച്ച ആളായിരുന്നു. അദ്ദേഹം അശ്രദ്ധമായിക്കൊണ്ട് നിസ്കാരം നിർവഹിച്ചിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, മാറ്റി നിസ്കരിക്കൂ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മളും ശ്രദ്ധിക്കേണ്ടതാ, എങ്ങനെയാണ് നമ്മുടെ സുജൂദ്, എങ്ങനെയാണ് നമ്മുടെ റുകൂഅ്, എങ്ങനെയാണ് നമ്മുടെ ഇഅ്തിദാല്, ഇത് പരിശോധിക്കണം. ഇതെന്തായാലും നമ്മൾ നിർവഹിക്കുന്നുണ്ട്, ഇത്ര കാലമായിട്ട് നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ഈ നിർവഹിക്കുന്ന നമസ്കാരം കാണും റബ്ബിന്റെ സമീപത്ത് പോയിട്ട് പ്രതിഫലയോഗ്യമല്ലാത്ത ഒരവസ്ഥയെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കണം. അതാണ് നമ്മുടെ ഭയഭക്തി ഉണ്ടാക്കേണ്ടത്. ഇത് അള്ളാഹു സ്വീകരിക്കണമെന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന റജുൽ ലയൻസരിഫു വമാ കുതിബ ലഹു ഇല്ലാ ഉശ്റു സലാത്തിഹി. പല ആളുകളും നിസ്കരിക്കും, നിസ്കാരത്തിൽ നിന്ന് വിരമിക്കും, സലാം വീട്ടും. പക്ഷേ ഒരേ സഫിൽ നിന്ന് ഒരേ ഇമാമിന്റെ പിറകിൽ നിന്ന് നമസ്കരിച്ച പല ആളുകൾക്കും അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇല്ലാ ഉശ്റു സലാത്തിഹി, ആ നിസ്കാരത്തിന്റെ 10-1 പ്രതിഫലമായിരിക്കും ചിലപ്പോൾ കിട്ടുക. ചില ആളുകൾക്ക് 9-1, അതുപോലെ തന്നെ സുമുനുഹ അതിന്റെ 8-1, സുബ്ഹ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചില ആൾക്കാർക്ക് പകുതി ഈ രൂപത്തിലൊക്കെ ആയിരിക്കും കിട്ടുക, പ്രതിഫലം കിട്ടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്തേ കാരണം മറ്റൊന്നുമല്ല, നമസ്കാരത്തിൽ ശ്രദ്ധ കുറയുന്നു. നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രൂപത്തിലല്ലാതെ നമസ്കാരം നിർവഹിക്കുന്നു, ഒരു ചടങ്ങായി മാറ്റപ്പെടുന്നു. ഇതൊക്കെയാണ്. ഒരേ സഫിലാണ്, ഫാത്തിഹ ഓതുന്നുണ്ട്, സൂറത്ത് ഓതുന്നുണ്ട്, ഒരേ രൂപത്തിൽ തന്നെയാണ് നമസ്കാരം. പക്ഷേ അവരുടെ മനസ്സാന്നിധ്യം അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം അവരുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതിനനുസരിച്ച് അവരുടെ പ്രതിഫലവും കുറഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാം, സ്വലാത്തുൻ ബിലാ ഖുശൂഇൻ വലാ ഹുദൂരിൻ, ഹൃദയ സാന്നിധ്യമില്ലാത്ത, ഖുശൂ ഇല്ലാത്ത, ഭയഭക്തിയില്ലാത്ത നമസ്കാരം കബദനി മയ്യിത്തിൻ ലാ റൂഹ ഫീഹി, ഒരു ജീവനില്ലാത്ത മയ്യത്ത് പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മയ്യത്ത് പോലെയാണ് ആ നമസ്കാരത്തിന്റെ അവസ്ഥ എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്കറിയാം, മിൻ അക്സരിൻ നാസി ഖുശൂഅൻ ഫി സ്വലാ, നമസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയുള്ള ആളായിരുന്നു, ഏറ്റവും കൂടുതൽ ഖുശൂഉള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബത്ത് രേഖപ്പെടുത്തുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി വഫീ സ്വദ്രിഹി അസീസുൻ കഅസീസി റഹാ മിനൽ ബുകാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ ആ നെഞ്ചത്ത് നിന്ന് കരയുന്ന ശബ്ദം ഞങ്ങളിങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു എന്നൊക്കെ സഹാബത്ത് രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. ഖുർആൻ പാരായണം ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം ആലോചിച്ചുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധത്തോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതും നമ്മോട് നമസ്കരിക്കാൻ നിർവഹിച്ചിട്ടുള്ളതും. നമുക്കും ആ ഭയഭക്തിയോടുകൂടെ നമസ്കാരം നിർവഹിക്കാൻ സാധിക്കണം. അതാണ് പ്രതിഫലയോഗ്യമായിട്ടുള്ളത്. അതാണ് പാരത്രിക ലോകത്ത് വിജയിക്കുന്ന മുഅ്മിനീകളുടെ നമസ്കാരമായിക്കൊണ്ട് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നതും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതും അത്തരക്കാരുടെ നമസ്കാരമാണ്. നമ്മളും പരിശോധിക്കേണ്ടതാ. നിസ്കരിക്കുമ്പോൾ നമുക്ക് ഭയഭക്തി ലഭിക്കുന്നു. പല ആളുകളും പരാതി പറയാറുണ്ട്, നിസ്കരിക്കുമ്പോൾ ഒരു ശ്രദ്ധ കിട്ടുന്നില്ല, നിസ്കരിക്കുമ്പം ഭക്തി കിട്ടുന്നില്ല. അതിനൊക്കെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഹൃദയ സാന്നിധ്യം നമ്മൾ സ്വയം വരുത്തേണ്ടതാണ്. ഒന്നാമത് നമ്മൾ പഠിക്കണം, ഞാൻ എന്തൊക്കെ പ്രാർത്ഥനകളാണ്, അള്ളാഹുവുമായിട്ട് നേരിട്ടിട്ടുള്ള സംഭാഷണമാണ്, റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബുമായിക്കൊണ്ട് അഭിമുഖമായി സംഭാഷണം നടത്തുന്നു, ഞാൻ എന്താണ് പറയുന്നത്. നിസ്കരിക്കുമ്പോൾ ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥം തന്നെങ്കിലും നമ്മളൊക്കെ പഠിച്ചു വെക്കണം.
എന്താണ് അല്ലാഹു അക്ബർ, എന്താണ് സുബ്ഹാനല്ലാഹ്, എന്താണ് അല്ലാഹുമ്മ ബാഇദ് ബൈനി, എന്താണ് ഫാത്തിഹയിലൂടെ ഞാൻ അല്ലാഹുവിനോട് പറയുന്നത്, എന്താണ് സുബ്ഹാന റബ്ബിയൽ ആല, എന്താ സുബ്ഹാന റബ്ബിയൽ അസീം, ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ എന്താണ് അത്തഹിയ്യാത്ത്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. അത് പഠിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും എന്തെല്ലാം പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്, എത്ര നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട നാം നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പരലോകത്തൊന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്ന ഈ അമൽ അത് യഥാവിധി നിർവഹിക്കാൻ, ശരിയായ രൂപത്തിൽ നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ? അത് പഠിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? എന്തെല്ലാം സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഇന്ന് ഒരു അധ്യാപകന്റെ സമീപത്ത് പോയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമുക്ക് നെറ്റിലൂടെ, ഇന്റർനെറ്റിലൂടെ ലഭ്യമാണ്. അതൊക്കെ ഉപയോഗിച്ച്, ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് പഠിക്കണം. എങ്കിൽ നമുക്ക് മനസ്സാന്നിധ്യം കൈവരും. അതേ രൂപത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, നിസ്കരിക്കുമ്പോൾ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാവണം, ഇതെൻ്റെ അവസാനത്തെ നമസ്കാരമായിരിക്കാം. ഇനി ഒരു പക്ഷേ ഞാൻ ഇല്ല എങ്കിലോ, ഈ ജുമാ നമസ്കരിച്ച് അസറിന്റെ മുമ്പേ ഞാൻ മരണപ്പെട്ടു പോയാലോ, ഈ ഒരു ബോധത്തോടെയാണ് നീ നമസ്കരിക്കുന്നതെങ്കിലും ഖുശൂഉ വർദ്ധിപ്പിക്കാനും ഹൃദയ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും നിർവഹിക്കുന്ന നമസ്കാരം അള്ളാഹുവിൻ്റെ സമീപത്ത് മാക്സിമം പ്രതിഫലം കരസ്ഥമാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ആ രൂപത്തിലുള്ള ഇബാദത്തുകൾ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് അപേക്ഷിക്കാനുള്ള സർക്കാരിൻ്റെ അറിയിപ്പ് വന്നത് നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവസാന തീയതി സെപ്റ്റംബർ മാസം 9-ാം തീയതിയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിന് സൗകര്യപ്രദമായ സാമ്പത്തികമായി, ശാരീരികമായി കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് വൈമനസ്യം കാണിച്ചുകൂടാ എന്നുള്ളത് മനസ്സിലാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ഇന്നും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും ശാരീരികമായും എല്ലാം അതിനുള്ള താക്കത്ത്, അതിനുള്ള കഴിവുണ്ടായിട്ടും ഹജ്ജിനെക്കുറിച്ച് ആലോചിക്കാതെ അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാവാം എന്നുള്ള രൂപത്തിലൊക്കെ ഒരു കാരണവുമില്ലാതെ പിന്തിപ്പിക്കുന്ന ആളുകളെയും നമ്മുടെ സമുദായത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് വളരെ ഗൗരവമേറിയ വിഷയമാണ് എന്നും നമുക്ക് ലഭിക്കുന്ന ഇത്തരം അനുകൂലമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും മറുപടി പറയേണ്ടി വരുമെന്നുമുള്ള ഒരു ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മബ്റൂറായ ഹജ്ജ്, നമ്മൾ നിർവഹിക്കുന്ന സ്വീകാര്യോഗ്യമായ ആ ഹജ്ജ്, അതിന് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്ന്. ഇതൊക്കെ മനസ്സിലാകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഹൃദയത്തിൽ ഈമാനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ നിബന്ധനകളൊക്കെ ഒത്തുവന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അതിൽ നിന്ന് അയാൾ മാറി നിൽക്കുകയില്ല. ആ ഹജ്ജ് നിർവഹിക്കുന്നതിൽ നിന്നും അയാൾക്ക് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ആ രൂപത്തിലുള്ള തിന്മകളൊന്നും നിർവഹിക്കാതെ സ്വീകാര്യോഗ്യമായ ഒരു ഹജ്ജ് നിർവഹിച്ച് നമ്മിലേക്ക് മടങ്ങി വരുന്ന ഒരു മനുഷ്യൻ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ്. നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ഒരു തെറ്റുമില്ലാത്ത നിഷ്കളങ്കമായ ഹൃദയത്തോടെ സകല പാപങ്ങളും മായ്ച്ചു കളഞ്ഞ് സകല നന്മകളും നിലനിർത്തിയ ഒരു മനുഷ്യനായിക്കൊണ്ടാണ് അയാൾ തിരിച്ചു വരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആണ് അറിയുക നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്താണ്, നമ്മുടെ ആരോഗ്യാവസ്ഥ എന്താണ്. എനിക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ അറാദൽ ഹജ്ജ ഫൽയതഹജ്ജൽ, ആരെങ്കിലും ഹജ്ജിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഉടനെ ചെയ്യണം, കുറച്ച് കഴിയട്ടെ.
പ്രായാവട്ടെ, അവർക്ക് പോയ ആളുകളുമായിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്താൽ അറിയാം എത്രത്തോളം കൃത്യമായിട്ട് പ്രായാധിക്യത്തിൽ ചെന്ന ആളുകൾക്കൊക്കെ, പ്രത്യേകിച്ച് ഈ വർഷമൊക്കെ പോയ ആളുകളുണ്ടല്ലോ, ഒരുപാട് പ്രയാസങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്, കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് എന്നൊക്കെ തിരിച്ചു വന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. അതിശക്തമായ ചൂട്, അതുപോലെ തന്നെ യാത്രയിലുണ്ടായ പ്രയാസങ്ങൾ, അതൊക്കെ വളരെ പ്രയാസങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ആരോഗ്യമുള്ള സമയത്താണ് നാം നിർവഹിക്കുന്നത് എങ്കിൽ പൂർണ്ണമായ തോതിൽ തന്നെ അതിൻ്റെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള കർമ്മങ്ങൾ കൂടെ നിർവഹിക്കുന്ന ഹജ്ജാണ് അള്ളാഹുവിൻ്റെ സമീപത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്നത് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൻ്റെ ഗൗരവങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ലാ തഖൂമു സാഅ ഹത്താ ലാ യുഹജ്ജൽ ബൈത്ത്. ഹജ്ജിന് പോകാൻ ആളില്ലാത്തൊരു കാലഘട്ടം വരും, അന്നാണ് ഖിയാമത്ത് നാളുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മളതിൻ്റെ അടയാളങ്ങളായി മാറുന്നുണ്ടോ? എനിക്കതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ എൻ്റെ റബ്ബ് തന്നിട്ടും ഞാനതിൽ നിന്ന് വൈമനസ്യം കാണിച്ച് മാറി നിൽക്കുകയാണോ എന്ന് സ്വയം പരിശോധിക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അതിനപേക്ഷിക്കുകയും പോകാനുള്ള താല്പര്യം കാണിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല തഖ്വയുള്ള മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.